നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനത് പാലിച്ചോളാം. വരുണിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞാൻ മരിച്ചോളാം. നീ പറഞ്ഞ ലക്ഷ്യമുണ്ടല്ലോ, ഫോണിൽ പറഞ്ഞ ലക്ഷ്യം, അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം. ഏട്ടത്തിക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര എളുപ്പമാ. ഇതിനേക്കാളും ഭേദമല്ലേ ഏട്ടത്തി ഏട്ടന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതും പരിചരിക്കുന്നതും. എന്നിട്ട് പോരെ എന്റെ ലക്ഷ്യങ്ങളുടെ പുറകെ നടക്കാൻ. പ്രിയങ്ക മോളെ, ദാ വരുന്നമ്മേ. ആദ്യം അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കട്ടെ. നമ്മളെ ഏട്ടത്തിക്കും അനിയത്തിക്ക് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. വരട്ടെ ഏട്ടത്തി. വരും. എന്താ ഇതെന്തു പറ്റി? എന്റെ ഭർത്താവിനൊന്ന് തൊട്ടു വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാ. അതിനെ ആവർത്തിക്കാൻ നിൽക്കണ്ട. ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട്. പക്ഷെ ഭർത്താവ് ആ സ്നേഹം കാണിക്കുന്നതാണല്ലോ ഒരു പെണ്ണിന് പ്രധാനം. അച്ഛനും അമ്മ എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ കണ്ട് ശീലിച്ചതും ഭർത്താവിനെ ദൈവമായിട്ട് കാണുന്ന രീതിയാ. നീ എന്നെ ദൈവമായിട്ടൊന്നും കാണണ്ട. ഞാനൊരു പച്ചയായ മനുഷ്യനാ. എന്റെ മനസ്സിൽ പതിഞ്ഞൊന്നും എനിക്കങ്ങനെ വലിച്ചെറിയാൻ പറ്റില്ല. താൻ കരയെന്ന് കണ്ടാൽ എല്ലാവരും ഓടി വരും. പിന്നെ ഇവിടെ അത് ബഹളമാവും. ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കണമെന്ന മുത്തശ്ശി എന്നോട് പറഞ്ഞത്. ഞാൻ മരിച്ച വരുണിന് സന്തോഷമാവോ? വരുണിനറിയോ? പെട്ടിക്കടിയില് പൊട്ടിക്കിടന്ന സ്വർണ്ണത്തരികൾ പോലും എടുത്ത് കിട്ടാവുന്നിടത്തുനിന്ന് മുഴുവൻ കടവും വാങ്ങി. അങ്ങനെയാ എന്റെ അച്ഛൻ വരുണിന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. അങ്ങനെയുള്ള അച്ഛന്റെ മുൻപിലേക്ക് എന്നെ ഭർത്താവിന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് തിരിച്ചു കയറി ചെല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനേക്കാൾ ഭേദം ഇവിടെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചോളാം. അയ്യോ, അത് ശരിയല്ലല്ലോ. നവവധു വരുണിന്റെ വീട്ടില് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ അത് വരുണിനെ ബാധിക്കും, ഈ കുടുംബത്തെ ബാധിക്കും. ഇനിയിപ്പോ ഒരു മാർഗമേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് പോണം. എന്റെ ജീവിതം ഇല്ലാതാക്കണം. അതാ വേണ്ടതെങ്കിൽ വരുണൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനത് പാലിച്ചോളാം. വരുണിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞാൻ മരിച്ചോളാം. ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം ചേച്ചിക്ക് എന്താണെന്ന്. എല്ലാരും കൂടെ ചേച്ചി പറ്റിച്ചില്ലേ? വരുണേടനോട് പറഞ്ഞേച്ചില്ല, അതല്ലേ? നന്ദോട്ടാ
ചേച്ചി മോനോട് പറഞ്ഞില്ല അക്കാര്യം ഇനി പറയാൻ പാടില്ലെന്ന്. ചേച്ചി ഞാനൊരു കാര്യം പറയാൻ വന്നതാ. നടക്കാവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പോയാലോ? ചേച്ചി വരുന്നില്ല, മോൻ പോയിക്കോ. വാ ചേച്ചി. ഇത്ര അടുത്ത് ഷൂട്ടിംഗ് നടന്നിട്ട് കാണാതെ എങ്ങനെയാ? ഞാനാണെങ്കിൽ ഫിലിം സ്റ്റാറിനൊന്നും അടുത്ത് കണ്ടിട്ടില്ല. ഞാനില്ലടാ, പറയുന്ന കേൾക്ക്. നീ കൂട്ടുകാരാരേലും കൂട്ടിപ്പോ. എനിക്ക് ആരുടെ കൂടെയും പോകണ്ട. ചേച്ചി വന്നേ പറ്റൂ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? എന്താ നന്ദൂട്ട? നടക്കാവിൽ സിനിമ ഷൂട്ടിംഗ് നടക്കും അമ്മേ. അത് കാണാൻ ചേച്ചിയെ വിളിച്ചിട്ട് വരുന്നില്ല. നിനക്ക് പൊയ്ക്കൂടെ മോളെ? വേറൊന്നും കൊണ്ടല്ല, നിന്റെ മനസ്സിന് ഇപ്പൊ ഒരു ആശ്വാസം വേണം. അമ്മ എത്ര ശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട്. ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരൊക്കെ ഒന്ന് കാണുമ്പോ മനസ്സിലെ വിഷമം ഇച്ചിരി കുറഞ്ഞാലോ? അതെങ്ങനെ കുറയും അമ്മേ? മാറാണ്ട് പറ്റുമോ? പൊരുത്തപ്പെടാണ്ട് പറ്റുമോ? നീ ഒന്ന് റെഡിയായിട്ട് ഇവന്റെ കൂടെ ചെല്ല്. നന്ദുട്ടാ, ചേച്ചിയെ നോക്കിക്കോണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ കൂടെ വരുമ്പോ ചേച്ചി സങ്കടപ്പെടുന്നില്ല. അമ്മേ, ഷൂട്ടിംഗ് കാണാൻ പോയ മുത്തശ്ശി അറിയോ? അത് പേടിക്കണ്ട, ഒത്തുചെറിയാതെ ഞാൻ നോക്കിക്കോളാം. മോള് ചെല്ല്. ചെല്ലടി. വാടിക്കൊഴഞ്ഞതുപോലെ നിന്നെ ഇങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാ. പോവാൻ ചേച്ചി. അവളുണ്ടല്ലോ ആ പ്രിയങ്ക, അവളിൽ എന്തോ കള്ളത്തരണ്ട്. വരുൺ അവൻ വെറുതെ പിച്ചുമ്പയും പറയാലോ. അവള് കുറച്ച് ഓവർ സ്മാർട്ടാ. ആരെയൊക്കെയാണ് വരുതിയിൽ നിർത്തേണ്ടത്, ആരെയൊക്കെയാണ് എതിർക്കേണ്ടതെന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. അവൾ ആരെ ഒരാളെ ഫോണിൽ വിളിച്ച് ഇവിടെ നിൽക്കുന്നതിനൊരു ലക്ഷ്യമുണ്ടെന്ന് അവള് പറയുന്നത് ഞാൻ കേട്ടു. അതാരോടായിരിക്കും? വീട്ടിലാരോടെങ്കിലും ആണോ? ഏയ്, ആ വീട്ടിൽ അങ്ങനെ ചിന്തിക്കാൻ പ്രാണിയുള്ള ആരുമില്ല. അങ്ങനെയാണെങ്കിൽ അവള് സംസാരിച്ചത് പുറത്ത് ആരോടോ ആണ്. അതവളുടെ ബന്ധുവാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷനും ആവാം. കൽപ്പന എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് വേറെ വല്ല ബന്ധം ഉണ്ടെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടായാലും അതിശയിക്കാനൊന്നുമില്ല. ഈ കാലത്ത് അങ്ങനെ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ലേ? ഗതിയില്ലാത്ത കാമുകനും കാമുകയും കൂടി ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് സമ്പന്നനായ ഒരുത്തനെ കറക്കിയെടുത്ത് അവന്റെ പണം ഊറ്റിയെടുക്കുന്നതൊക്കെ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കാണുന്നതല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കൂ? ഏയ്, അതാവില്ല. അമ്മേ, ഒരു കാര്യം വ്യക്തമാണ്. ഈ വിവാഹത്തിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരു മുറിയിൽ അവളുടെ കൂടെ ഉറങ്ങില്ല എന്ന് വരുൺ പറഞ്ഞതും ഇന്ന് രാവിലെ തന്നെ വരുൺ പുറത്തു പോയതും എല്ലാം കൂടി വായിക്കുമ്പോൾ അതാണ് വെളിവാകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.